ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ അങ്ങനെ അലങ്കോലമായി നിൽക്കുകയാണ്. അപ്പോൾ പല്ലൊക്കെ തേച്ച് വരാം ഞാൻ. ഓക്കെ കൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പാലക്കാട് വീട്ടിലാണ് ഉള്ളത്, മലപ്പുറത്തല്ല. രാവിലെ ഇങ്ങനെ നീക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. ചെറുതായിട്ട് ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാണ് ഈ ഒരു ചീമക്കൊന്ന കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. എന്താണെന്ന് അറിയില്ല, വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു ചീമക്കൊന്നതിനോട് ഭയങ്കര പുച്ഛാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശ ഈ കോലത്തിലായിട്ടുണ്ട് ഗൈസ്. ഇതാകെ എന്താ പറയുക, അങ്ങനെ ഒട്ടിപ്പോയി, ചട്ടിയിൽ പിടിക്കണില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശയാണ്. ഈ ഒരു ദോശയെങ്കിലും ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ആ ഒരു സമയത്താണ് ഗൈസ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. കുറേ മാങ്ങ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെവിടുന്നാന്ന് ചോദിച്ചപ്പോൾ നൈബർ കൊടുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാലമായി ഞാൻ ഈ ഒരു ടൈപ്പ് മാങ്ങ കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇതും കൂടി കഴിക്കാം. അപ്പോൾ ഞാൻ ഫ്രഷായി വന്നു, ഇനി ഫുഡ് കഴിക്കട്ടെ. ഇന്നത്തെ ദോശയും ചമ്മന്തിയും മാംഗോ ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മുടെ ദോശയ്ക്ക് ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ഒരു ചെറിയൊരു പർച്ചേസിന് പോവുകയാണ്. മമ്മീനെ കൂട്ടിയിട്ട് നേരെ പട്ടാമ്പി നെസ്റ്റോയിലേക്ക് വന്നിട്ടാണ് കേട്ടോ. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അമ്മേനെ ഇതുവരെ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും അമ്മേനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഈ കാണുന്നത് മാംഗോ അതുപോലെ ഗ്രേപ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഗൈസ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ ഐസ്ക്രീം, വെജിറ്റബിൾസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ എന്തായാലും കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകാനുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ സൗണ്ട് ഞാൻ മ്യൂട്ടാക്കി ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വരുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരേണ്ടവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വരാം. പട്ടാമ്പി എടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്നോളൂ. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് എന്താ മനസ്സിലാവുക ഗൈസ്, ഇത് കണ്ടാലൊരു തക്കാളീൻ്റെ ഒക്കെ പോലെ ഉണ്ട്, പക്ഷേ ഇത് തക്കാളി അല്ല, ഇത് പ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാൻ ഇന്നത്തെ സ്പെഷ്യലോ ഒന്നും പറയാൻ പറ്റില്ല. സോയാബീനാണുള്ളത്, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതാ വീട്ടിൽ കുറച്ച് വാട്ടർ മെലൺ ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇതൊക്കെ നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ പോയി കാണുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് തന്നെ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കാലം മുന്നേ ഇത് ഭയങ്കര ചൂടുകൊണ്ട് തീരെ വളർച്ച ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് എൻ്റെ മീൻകുളമാണ് കേട്ടോ. മീൻകുളം എന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു ചെടിച്ചട്ടിയിൽ തന്നെ വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ ആ പായൽ കൊണ്ട് വന്നിട്ടതാണ്. പിന്നെ ഇതാ ഈ ഒരു ചെടി നിങ്ങൾക്ക് മനസ്സിലായോ, പണ്ടൊക്കെ പാട വരുമ്പത്തും തൊടികളിലൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ ഇത്. ഞാനത് പറിച്ചു കൊടുന്ന് വെച്ചതാണ്. ഇപ്പം അങ്ങനെ എവിടെ ഇതിങ്ങനെ കാണാറില്ല. അപ്പോൾ ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയല്ലേ എന്ന് വിചാരിച്ച് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്ത് ഈ ഒരു ബൊഗെയിൻ വില്ല ആണ്. ഇത് കുറച്ച് നാളായി ഇവിടെ കൊടുന്ന് വെച്ചിട്ട്. മഴയായിട്ട് ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നടാനുണ്ട്. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയിൽ വെറൈറ്റി കളേഴ്സൊക്കെ ആയിട്ടുള്ള ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാറുണ്ട് ഓരോ വീട്ടിലും. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല റെഡ് കളറിലാണ്. ഈ ക്യാമറയിൽ കാണിക്കുമ്പോൾ തന്നെ നല്ല കളറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 4-5 കഷ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല എന്താ പറയുക, വെള്ള കളറാണ് ഉണ്ടാവുക. റെഡ് കളറ് ഫ്ലവറാണ്, ചെമ്പരത്തിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു ബ്രൗൺ കളറിലാണ് വരിക. നല്ല ഹൈറ്റിലാട്ടോ അത് ഉണ്ടാവുക. പിന്നെ കാണുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില പ്ലാന്റ് നമുക്ക് വേരോടക്കനെയാണുള്ളത്, ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ ആ പ്ലാന്റിനെ 4 കഷ്ണാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി 4 ഭാഗത്തും കൊണ്ടുപോയി നടാമെന്ന് വിചാരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നടാനുള്ള പ്ലാനിങ്ങിലാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അമ്മ ഉണ്ട്, വേറെ ആരും ഇപ്പോൾ വീട്ടിലില്ല. അപ്പോൾ ഞാൻ ഇനി പോയി നടട്ടെ ഗൈസ്. ഞാൻ വീട്ടിലുള്ള സമയത്ത് മിക്കവാറും ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക കേട്ടോ. പ്ലാന്റ് നടുക, അതുപോലെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനിങ്ങനെ എന്താ പറയുക, പരിപാലിക്കുന്നതൊക്കെ ചില വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അങ്ങനെ ഞാനിത് ഈ ഒരു പ്ലാന്റ് ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി ഇതേപോലെ 4 എണ്ണം ഉണ്ട്, അതങ്ങനെ ഓരോ സൈഡിൽ ഞാൻ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വയലറ്റ് കളറിലുള്ള വേറൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാൻ മറന്നതാണ്. ഇത് ശരിക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ചട്ടിയിൽ വേണം വെക്കാൻ. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു ചെമ്പരത്തി നടാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇനി അതിന് കുഴി കുഴിക്കണമൊന്നുമില്ല, കാരണം ഇത് കൊണ്ടുപോയിട്ട് നല്ല ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചെമ്പരത്തി ആകുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ വേര് പിടിച്ചോളും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വെക്കുന്നത്. ഇനി ഉണ്ടാവും ഇല്ലേ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ഞാനിതാ അടുത്ത പ്ലാന്റ് നടാനുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റും നടാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.